അതെപ്പോഴുള്ളതാണ്, അത് സ്ഥിരമുള്ളതാണ്. നമുക്ക് കാണുന്നില്ല. നിങ്ങൾ പൈസ തരും. ഇന്ന് പോള ആരും തരും. പോളെ കൊണ്ട് സന്തോഷപ്പെട്ട് കുറഞ്ഞോ. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി പോത്തും കുട്ടികൾ എടുക്കാനായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ കന്നുകാലി മാർക്കറ്റായ വാണിയംകുളം മാർക്കറ്റിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ പോത്തുകളുടെയും പോത്തും കുട്ടികളുടെയും അതുപോലെ തന്നെ പടുകൂറ്റൻ കാളകളുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കച്ചവട രീതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ പോത്ത് പ്രേമികളെ അതുപോലെ തന്നെ കന്നുകാലികളെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ വാണിയംകുളം മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവിടുത്തെ കുറച്ച് വീഡിയോസുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഞങ്ങളൊരു 7:45 കൂടി തന്നെ വാണിയംകുളം മാർക്കറ്റിലെത്തിയപ്പോൾ മാർക്കറ്റിൻ്റെ ഫുൾ വ്യൂ കിട്ടാവുന്ന ഒരു സ്ഥലത്ത് നിന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. ആ ഭാഗത്ത് മൊത്തം കാളകൾ, ഈ ഭാഗത്ത് പശുക്കൾ, പശുക്കുട്ടികൾ, മൂരിക്കുട്ടികൾ. സാധാരണ അപേക്ഷിച്ച് കന്നുകളൊക്കെ കുറവാണ് കേട്ടോ മാർക്കറ്റിൽ. പശുക്കൾ കറവ് പറ്റിയ പശുക്കളുണ്ട്, കറവുള്ള പശുക്കളുണ്ട്. പോത്തും കുട്ടികൾ നിൽക്കുന്ന ഏരിയയിലേക്ക് വന്നേക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ കാണുന്നത്. നമ്മൾ മൊത്തത്തിൽ ആ ഒരു സെക്ഷൻ മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിലക്കുറവിൽ തന്നെ അത്യാവശ്യം പോത്തും കിടാക്കളെ കിട്ടും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന് വലിപ്പം കൂടിയ പോത്തും കുട്ടികളാണ്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച പോത്തും കുട്ടികൾ ഈ കാണുന്ന രീതിയിലുള്ള പോത്തും കുട്ടികളാണ്. വരുന്ന പെരുന്നാളിന് അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരാവുന്ന രീതിയിലുള്ള പോത്തും കുട്ടികൾ. ഈ കാണുന്ന പോത്തും കുട്ടികളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 75 ചോദിക്കേണ്ടതാണ്, കിട്ടില്ല. 5 കിട്ടില്ല എന്നാണ് ചോദിക്കേണ്ടത്. കച്ചവടം വരും. ഈ കാണുന്ന പോത്തുകളും എരുമകളൊക്കെ ഇറച്ചി ആവശ്യത്തിന് ഉള്ള എരുമകളും പോത്തുകളൊക്കെ ഉണ്ടാകും. ഇതിലൊരു ഈ കാണുന്ന 1-2 കുട്ടികളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെ ഉണ്ടാകും. ഇതൊരു മറ്റൊരു സെക്ഷനാണ്. ഇതിലും ഞങ്ങൾ പോത്തും കുട്ടികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചിട്ട് നമുക്ക് പറ്റിയ പോത്തും കുട്ടികളാണെങ്കിൽ നമ്മ അവരോട് വില ചോദിക്കുന്നുണ്ട്, അവരൊരു വില പറയുന്നുണ്ട്, നമ്മൊരു വില പറയുന്നുണ്ട്. ഈ കാണുന്ന കൂട്ടത്തിലും ഇടക്കിടക്ക് അത്യാവശ്യം ചെറിയ കൊമ്പും ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള കുട്ടികളൊക്കെ തന്നെ ഉണ്ട്. എല്ലാരും ക്വാളിറ്റിയുള്ള കുട്ടികളൊന്നുമില്ല. ഈ കാണുന്ന കുട്ടികളിൽ ഈ 2 കുട്ടികൾ ഞങ്ങൾ വില പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അത്യാവശ്യം ടോപ്പ് ക്വാളിറ്റി തന്നെ പറയാ. D2S എന്നും പറഞ്ഞിട്ടേക്കണ കുട്ടികൾ. ഇത് മറ്റൊരു സെക്ഷനിൽ നിൽക്കുന്ന കുട്ടികളാണ്. ഇതിലും നല്ല ഈ കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലേ, എന്താ ക്വാളിറ്റി. ഈ കുട്ടികളെയൊക്കെ ഞങ്ങൾ വില പറഞ്ഞ് വിലയുടെ ഭാഗമായിട്ട് അങ്ങാടും ഇങ്ങാടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 3S എന്ന് പറഞ്ഞ അതിൽ ഈ 2 കുട്ടികളെ ഞങ്ങൾ എടുത്തു. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള കുട്ടികളാണ്.
നല്ല ഹൈറ്റ്, ഇടനീളം, ചെറിയ കൊമ്പ്, അതൊക്കെ ഉണ്ടാവും. നല്ല വാലർക്കൊക്കെ ഉള്ള അതൊക്കെ നല്ല അടിപൊളി രണ്ട് പോത്തുംകുട്ടികളെ ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്തെടുത്തു. ആര് വെച്ചാൽ 75 പറഞ്ഞു. ഈ കാണുന്ന രണ്ട് കുട്ടികളെ നമ്മെടുത്ത് അത് വിലയുടെ ഭാഗമായിട്ട് ചെറിയൊരു പിടിവലിയാണ് കാണുന്നത്. ആ രണ്ട് കുട്ടികളെയും നമ്മെടുത്ത് അതാ പൈസ തരും. ആരും തരും. പോടെ കൊണ്ട് സന്തോഷപ്പെട്ട് കുറഞ്ഞോ. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ് അത് രണ്ടും. ഈ കാണുന്ന കുട്ടികളെയൊക്കെ ഞങ്ങൾ വില പറഞ്ഞ് നോക്കിയതാണ്, പക്ഷെ വിലയും കൊണ്ട് നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ കുട്ടികൾ എടുത്തില്ല. പിന്നെ അവർക്ക് ചോദിക്കാണ്ട് ഞാൻ പറയില്ല. പിന്നെ അവർക്ക് ഞാൻ ചോദിക്കാണ്ട് പറയില്ല. ഇപ്പൊ കാളകള്, വലിയ വലിയ പടുകൂട്ടം കാളകൾ നിൽക്കുന്ന ഏരിയയിൽ വന്നേക്കാണ്. ഇതൊരു വേറൊരു സെക്ഷനില് കാളകള്. ഇതിന്റെ കൊമ്പ് കണ്ടില്ലേ, നല്ല ഹൈറ്റും നല്ല വലുപ്പത്തിലുള്ള കാളകളാണ് ഈ കാണുന്നത് മുഴുവനും. പ്രായം ഉള്ള കാളകൾ തന്നെയാണ്. മറ്റേത് കഴിഞ്ഞതാണ് ഈ കാണുന്ന മൊത്തം വലിയ വലിയ കാളകളാണ് ട്ടാ. ഏതാ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 5 പോത്തുകുട്ടികളെയൊക്കെ ഞങ്ങൾ വാങ്ങിച്ച്, അതുപോലെ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു വൈകിട്ടൊരു 4:30 ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ആ പോത്തും കുട്ടികളുടെ അവരുടെ വീടുകളിലേക്ക് ഈ വാങ്ങിച്ച സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ എത്തിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.